ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു യാത്രയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്ന് എനിക്കും ഡക്കിനും ഓഫായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് കോൺവേയിൽ പോകാനാണ്. അവിടെ മാത്രമേ വെതർ നോക്കിയിട്ട് കുറച്ച് മഴയില്ലാത്ത ഏരിയ കാണുന്നുള്ളൂ. കാരണം നമ്മുടെ സ്റ്റോക്കിലൊക്കെ ഭയങ്കര മഴയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ച് കൈവച്ച് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കൈവച്ചിട്ടുണ്ട്. പോണ വഴിക്ക് മുട്ടം ബ്ലോക്ക് കിട്ടി നമുക്ക്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 10-10:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. നമുക്കിടയ്ക്ക് നല്ല ബ്ലോക്കും കിട്ടി. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. വഴിയരികിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് വിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ കണ്ടെയ്നേഴ്സൊക്കെ നിർത്തും. അതിൽ ഡ്രൈവേഴ്സിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവർ അങ്ങനൊരു വാനിൽ അത് സെറ്റ് ചെയ്തേക്കണത്. എന്തായാലും നമുക്ക് മുട്ടം പണി കിട്ടി. നമ്മൾ ക്രൂ വഴി ചെസ്റ്റർ വഴിയാണ് പോകേണ്ടത് ആക്ച്വലി. അപ്പോൾ ക്രൂ വഴി ഉള്ള റോഡ് മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ന്യൂകാസൽ റോഡ് വഴി തന്നെ തിരിച്ച് വിട്ടു. നമ്മൾ ഒരിത്തിരി കറങ്ങേണ്ടി വന്നു. നമുക്കതുകൊണ്ട് റോഡ് പണി ആയതുകൊണ്ട് ഒരു ലൈൻ മാത്രമേ ഉള്ളായിരുന്നു. അത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്പീഡ് ചിലയിടത്തൊക്കെ സ്പീഡ് 20 കാണിക്കുന്നത്. അപ്പം അത്രയും സ്ലോയിൽ നമുക്ക് പോകേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. 2.5 മണിക്കൂറാണ് കാണിക്കണത്. ഒരു 3 മണിയാകുമ്പോൾ അവിടെ എത്തും എന്നുള്ളതാണ് കാണിക്കണത്. അറിയില്ല, ഇനി പോണ ബ്ലോക്കും എല്ലാം നോക്കിയിട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാം എത്ര ആകും ടൈമെന്ന്. നല്ല മഴയുണ്ടായിരുന്നു. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ സ്റ്റോക്കിൽ. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പം ക്ലൗഡി ആയിട്ടുള്ള. ഞങ്ങൾക്കാണെങ്കിൽ പേടിയായി. അതിന് പോകുന്ന സ്ഥലത്ത് എങ്ങനെ ഉണ്ടാവും വെതറെന്ന് അറിയില്ലല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മേഘങ്ങളെല്ലാം മാറിയിട്ട് നല്ല രസമുള്ള ക്ലൈമറ്റായി. ഈ ചെടീനെ കണ്ടോ? ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. മുട്ടൻ ചെടി, അതാ പാടത്തിൻ്റെ നടുവിൽ നമ്മുടെ നാട്ടിൽ കോലങ്ങളൊക്കെ വെക്കണ പോലെ വെച്ചേക്കുന്നത്. ഞങ്ങളിടയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ചെസ്റ്റർ എത്തി. ചെസ്റ്ററിൽ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് മോളിലും ഷോപ്പിങ്ങിനായിട്ടും കുറച്ചിറങ്ങി. അതിനുശേഷം അവിടെ എല്ലാം കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പതുക്കെ തിരിക്കാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് അവിടെ നേരത്തെ എത്തണം. അങ്ങനെ അവിടെ നിന്ന് നേരത്തെ തിരിച്ചു. നല്ല വെതറായിരുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയപ്പോൾ നല്ല ക്ലൈമറ്റായി, നല്ല വ്യൂ ഉണ്ട്. ഞങ്ങൾ അതിനുശേഷം ഒരു സർവീസിൽ കയറി. സർവീസിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. ആകാശം കണ്ടോ? ആകാശം എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. പോകുന്ന വഴി കുന്നുകളും മലകളും പുഴകളും എല്ലാം കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വളവ് കണ്ടോ? ഈ വളവിന് ഞാൻ ഈ വളവ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ വ്യൂ കാണിക്കാൻ വേണ്ടി എടുക്കാൻ പിടിച്ചതാണ്. ഈ വളവ് തീരുമ്പം ഞാൻ ഫോൺ താത്ത് വെക്കാൻ വേണ്ടി കൈ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഫോൺ താത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ വളവ് തീരണില്ല. കണ്ടോ? എൻ്റെ ചെയ്യുന്നില്ല. ഞാനൊന്ന് നിർത്താം എന്ന് വിചാരിച്ചിട്ട് അത് സംഭവിക്കണില്ല. പിന്നെ അവസാനം ഇത് അമ്മാതിരി ഒരു വളവായിപ്പോയി. നല്ല ഭംഗിയുള്ള ആ ചുറ്റും മലകളും മരങ്ങളും. അങ്ങനെ ഞങ്ങൾ നല്ല വ്യൂവും പാട്ടും ഒക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാണ്. ചെസ്റ്റർ കഴിഞ്ഞ് പിന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇനി 1 മണിക്കൂറൂടെ ഉള്ളൂ അവിടെ എത്താനായിട്ട്. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബീച്ച് കാണാം. പക്ഷേ ഇതിനകത്ത് ഞാൻ ഫോണിലെടുക്കാൻ പോകുമ്പോഴത്തേനും മിസ്സായി പോവും ചെടികൾ കാരണം. അറ്റ് ലാസ്റ്റ് എനിക്ക് വീഡിയോ കിട്ടി, നിങ്ങൾക്ക് കാണാം. റൈറ്റ് സൈഡിലായിട്ട് ബീച്ച്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബീച്ച് കാണാനായിട്ട് കൊതിച്ചിരിക്കുന്ന സമയമായിരുന്നു. നല്ല വ്യൂ ആണ്. പക്ഷേ ചെടികൾ ഇപ്പോൾ ഉള്ളത് കാരണം നമുക്കങ്ങോട്ട് കാണാൻ വണ്ടി സ്പീഡിലും കൂടെ അല്ലേ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വീഡിയോ പിടിക്കാൻ കിട്ടിയില്ല. എല്ലാം ചെടികൾ മറച്ച് കളയുമായിരുന്നു.
അപ്പോൾ ഡക്ക് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ബീച്ചിലോട്ടല്ലേ പോകുന്നത്, ഞങ്ങൾക്ക് ബീച്ച് നല്ല രീതിയിൽ കാണാം എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്ക് ബീച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, ബീച്ചിനോട് ഭയങ്കര അത്ര അറ്റാച്ച്മെൻ്റാണ്. ഞങ്ങളങ്ങനെ എത്തി. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, വേറൊരു സ്റ്റൈലാണ്, വേറൊരു രീതിയിലുള്ള ആർക്കിടെക്ചറാണ്. നമ്മളങ്ങനെ ബീച്ചിലെത്തി, ബീച്ചിൻ്റെ സൈഡിലെത്തി. പക്ഷെ നമ്മൾ പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കണം. ഞങ്ങളത് നേരത്തെ കണ്ടുപിടിച്ചിടാൻ മറന്നുപോയി. അപ്പം നമ്മളവിടെ ചെന്നിട്ടാണ് പിന്നെ നോക്കുന്നത്. അങ്ങനെ നമുക്ക് വിക്ടോറിയ എന്ന് പറയുന്ന ഒരു പള്ളിയുടെ അടുത്ത് പാർക്കിംഗ് സ്പേസ് കിട്ടി. അവിടെ പാർക്ക് ചെയ്തപ്പോഴാണ് ഇയാളെ കാണുന്നത്. കണ്ടില്ലേ, കാറിൻ്റെ പുറത്ത് സുഖിച്ചിരിക്കുകയാണ്. വെയിൽ കൊള്ളുവാണോ കാറ്റാസ്വദിക്കുകയാണോ എന്നറിയില്ല. നമ്മളടുത്ത് ചെന്നാൽ പോലും അത് പറന്നു പോവില്ല. അങ്ങനെ ഇനി ബീച്ചിലേക്കുള്ള നടത്തമാണ്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോവാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വെയിൽസിലെ ഫേമസ് ആയിട്ടുള്ള ലാൻഡിനോ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലാണ്. ഇവിടെ രണ്ട് ബീച്ചുണ്ട്, ഒന്ന് നോർത്ത് ഷോറും ഒന്ന് വെസ്റ്റ് ഷോറും. നമ്മൾ നോർത്ത് ഷോറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ഷോറാണ്. ഇതാണ് ലാൻഡിനോഡിൻ്റെ പ്രിൻസിപ്പൽ ബീച്ച്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ പ്ലേ ഗ്രൗണ്ട്സ്, പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ മ്യൂസിക് കൺസേർട്ട്സൊക്കെ ഉണ്ടാവും. ഞാൻ അവിടെയൊക്കെ എൻട്രി ചെയ്യുവാണ്. നോക്കിക്കേ, നിങ്ങൾക്ക് കാണാം, ബീച്ചാണ് കാണുന്നത്. കിടിലൻ വ്യൂ ആയിരുന്നു. കയറി ചെന്നപ്പം നല്ല തിരക്കായിരുന്നു ബീച്ചിൽ. നല്ല വ്യൂവും കിട്ടി. കണ്ടോ, എനിക്ക് ഓടി ചെന്ന് കടലിൽ ഇറങ്ങാനൊക്കെ തോന്നി, പക്ഷേ ഡക്ക് സമ്മതിച്ചില്ല. എന്നാലും ഞാൻ ഓടി ആ പെബിൾസിൽ കൂടെ ഒക്കെ നടന്ന് വീഡിയോയും കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ തുടങ്ങി. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. നല്ല രസമായിരുന്നു. ഇതേ കൂടെ നമ്മൾ കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. അതിൽ കുറേ പേര് ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വിഷ്വൽസൊക്കെ കണ്ട് നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒരു 3-4 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ വന്നപ്പോൾ ഇത് കണ്ടോ, ബീച്ച് ഇത്രയുണ്ട്. അതിനുശേഷം നമ്മൾ മുകളിലേക്ക്, അതിൽ കൂടെ ഒരു വാക്ക് വേ ഉണ്ട്. കുറച്ച് കടലിനകത്തേക്ക് പോണ ഒരു വാക്ക് വേ ഉണ്ട്. അതിൽ കൂടെ നടന്നാൽ നമുക്ക് കുറേ ഷോപ്പുകളൊക്കെ കാണാം. അതുവഴി നടന്നു പോകുമ്പോൾ കുറേ ചെറിയ ചെറിയ ഷോപ്പുകൾ, അവർ കുറേ കുഞ്ഞി മാലകൾ, എന്താ പറയുക, കീ ചെയിന്, അങ്ങനത്തെ സംഭവങ്ങൾ വിൽക്കുന്ന കടകൾ, കുഞ്ഞി ഷോപ്പുകൾ നമ്മൾ സാധാ ടൂറിസ്റ്റ് പ്ലേസസിൽ പോകുമ്പോൾ കാണത്തില്ലേ, അതുപോലത്തെ ഷോപ്പുകൾ. പിന്നെ മെയിനായിട്ട് കുട്ടികൾക്കുള്ള റൈഡ്സാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബീച്ച് സൈഡിലാകുമ്പോൾ ദേ വിൽ എൻജോയ്. അങ്ങനെ അവിടുന്ന് നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് മുന്നോട്ട് പോവാം. ലാസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ തിരിച്ചു പോകുന്നതിന്, കാരണം കുട്ടികളുടെ റൈഡ്സ് അല്ലേ, നമുക്കത് ഇരിക്കാൻ ഒക്കില്ലല്ലോ, നമ്മൾ തിരിച്ചു പോകുന്നതിന്. പക്ഷേ ആ വ്യൂ, ലാസ്റ്റ് ചെന്നിട്ടുള്ള വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് നീങ്ങിയത്. നല്ല രസമായിരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാനും ബീച്ച് സൈഡ് അല്ലേ. പിന്നെ അവിടെ ലാസ്റ്റ് ചെന്നപ്പം കണ്ട കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് അവസാനിക്കുകയാണ്. ഇവിടെ കുറച്ച് റൈഡ്സ് ഉണ്ട് കുട്ടികൾക്ക്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ബാർ പോലെ. പിന്നെ അവിടെ നിന്ന് ഒരു നമുക്ക് ബർഗർ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബർഗർ കഴിച്ച് തിരിച്ച് നമ്മൾ വന്ന പ്ലേസിൽ തന്നെ എത്തിയപ്പോഴാണ് നമ്മൾ വന്നപ്പോൾ ഉള്ള ബീച്ച് കാണാനില്ല. ബീച്ച് ഇറങ്ങിപ്പോയി. ബീച്ച് പകുതിയോളം. ഞാൻ വന്ന് നിന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലേ ബീച്ച് എവിടെ വരെ ഉണ്ടെന്ന്. ആ ബീച്ച് കാണാനില്ല, വെള്ളം പുറയിലേക്ക് പോയി. അത് ഇന്ന ടൈം കഴിയുമ്പോഴത്തേനും ബീച്ചിലെ വെള്ളമെല്ലാം പോവും. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം കാര്യം പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ബെഞ്ചിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ച്
ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് വെസ്റ്റ് ഓർവിച്ച് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കാണാൻ പോയി. കാണുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ജസ്റ്റ് ഒരു ഡ്രൈവ് പോയി. നമ്മൾ തിരിച്ച് അവിടുന്ന്, കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് നാളെ ഷിഫ്റ്റ് ഉണ്ട് 7 മണിക്ക്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരത്തെ ഇവിടുന്ന് തിരിക്കണം. ഞങ്ങൾ ഒരു 8 മണിയായി. ഇപ്പം തന്നെ നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ ഒരു 10 മണിയാകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇവിടുന്ന് തിരിച്ചു. പോകുന്ന വഴിയിൽ സൺസെറ്റായിരുന്നു. സൺസെറ്റ് സമയമായതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ സ്കൈ നമുക്ക് ആകാശത്ത് കാണാമായിരുന്നു. ആ ലൈറ്റും ഒരു യെല്ലോയിഷ് ലൈറ്റും അതിൻ്റെ കൂടെ ആ പച്ചപ്പ് കൂടെ ആയപ്പോൾ കിടിലൻ വ്യൂ. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.